നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെയൊക്കെ കൊച്ചുനാളിൽ, അതായത് 70s-ലും 80s-ലും ഒക്കെ ജനിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലത്ത് ഏറ്റവും വലിയ അശ്ലീലം എന്ന് പറയുന്നത് ഈ നമ്മുടെ സിൽക്ക് സ്മിതയുടെയൊക്കെ പാട്ടുള്ള സിനിമകൾ കാണുക, അല്ലെങ്കിൽ അവരുടെ പാട്ട് വരുമ്പം അത് കാണുക എന്നുള്ളതായിരുന്നു. അന്നൊക്കെ പേരൻസ് നമ്മളെ അതൊന്നും കാണാൻ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികളോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവരുടെ കയ്യിലെ ചെറിയ ഫോണിനകത്ത് സ്വകാര്യതയിൽ അവരവരുടെ മുറിയിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. പക്ഷേ അന്നത്തെ കാലത്ത് നമ്മൾ അവരെ പേടിച്ച് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള പാട്ടൊക്കെ അവർ വരുമ്പോൾ നമ്മളത് മാറ്റുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. തള്ളവൈബെന്നും തന്തവൈബെന്നും ഒക്കെ പറയുന്ന നമ്മളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനധികം പറയുന്നു, നമ്മുടെ അരവിന്ദ് സ്വാമിയും ശ്രീദേവിയും കൂടെ മനോഹരമായി അഭിനയിച്ച ശിശിരകാല മേഘമുദിന് രക്തിപരാഗമോ എന്ന് പറയുന്ന ആ പാട്ട് പോലും നമ്മൾ നേരെ ചൊവ്വേ അക്കാലത്തിരുന്ന് കണ്ടിട്ടില്ലാത്തവരാണ് നമ്മളിൽ പലരും എന്ന കാര്യം വിസ്മരിക്കാനും പാടില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ പേരൻസിനെ ഭയപ്പെട്ടിരുന്നു അല്ലേ. അവരതൊക്കെ കാണുമ്പോൾ എന്ത് വിചാരിക്കും നമ്മളെക്കുറിച്ച് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നെപ്പോലുള്ളവരൊക്കെ ജീവിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ പലരുടെയും DJ സന അല്ലെങ്കിൽ അഭയ ഹിരൺമയി, ഈ പറഞ്ഞ പോലെ ഗൗരി ലക്ഷ്മി, ഇവരുടെയൊക്കെ ധരിച്ചുള്ള ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് രൂപ മുടക്കി ഫീസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതൊക്കെ കാണാൻ പോകുന്നു എന്നറിയുമ്പോൾ പേരൻസിന് സത്യം പറഞ്ഞാൽ നിർവികാരനായ പേരൻസ് ആണ് നമ്മൾ പലരും എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പം ഇപ്പോഴത്തെ സത്യം പറഞ്ഞാൽ ഈ DJ എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ അവരെ ഇപ്പോൾ ഇതിനകത്ത് വരും. കാരണം ഞാൻ അവരെക്കുറിച്ച് വിശദമായിട്ട് വായിച്ചു. DJ സനയെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വായിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് 2020 ഫിഫ വേൾഡ് കപ്പ് ഇവൻറ്റിൽ ദോഹയിൽ മറ്റോ നടന്ന ഒരു ഖത്തറിൽ നടന്ന ഒരു പരിപാടിയിൽ 75,000 പേരെയോ മറ്റോ ഈ പറഞ്ഞ പോലെ അഭിമുഖീകരിച്ച് അവർ ആദ്യത്തെ ഒരു മലയാളിയാണ് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ ഈ പറഞ്ഞ പോലെ DJ പാർട്ടി നടത്തിയ അല്ലെ DJ പരിപാടി നടത്തിയ ഒരേ ഒരു മലയാളിയാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നോക്കുകയൊക്കെ ചെയ്തു. അത്ര സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളാണ് ഈ പറഞ്ഞ പോലെ ഈ DJ സന എന്ന് പറയുന്നത്. 2015-ലാണ് അവരുടെ ഈ DJ അവരാരംഭിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചു. സംഭവം ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം സോഷ്യൽ മീഡിയ എപ്പോൾ നമ്മൾ എന്ത് തുറന്നാലും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന, പണ്ട് നമ്മുടെ ചെറുപ്പകാലത്തിൽ ഈ മുടിയാട്ട് എന്ന് പറയുന്ന ഒരു കലാരൂപം ഉണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങൾ ഈ ആദിവാസി ഊരുകളിലും അല്ലെങ്കിൽ അതുപോലെ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ കലോത്സവങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശരിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം മുടിയിട്ടിങ്ങനെ അഴിച്ചിട്ടിങ്ങനെ ആട്ടി പാട്ടൊക്കെ പാടി ഒരു സംഭവമാണ് അന്ന് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ മുടിയാട്ടം. അതിന് പറയും ഇപ്പം മുലയാട്ടം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റേജുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ അഭയ ഹിരൺമയുടെ ആണെങ്കിലും അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ DJ സനായുടെ വലിയൊരു സംഭവം, ഒരു DJ പാർട്ടി അല്ലെങ്കിൽ ഒരു പരിപാടി കാണാനിടയായതും അതിൻ്റെ വീഡിയോസ് കാണാനിടയായത്. അപ്പം ഈ ഗൗരി ലക്ഷ്മിയൊക്കെ ആണെങ്കിൽ അതിന് മുമ്പ് ഇത് എനിക്കൊന്ന് DJ സന വരുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പോലെ 2-3 ഡ്രസ്സ് ഇട്ടിട്ട് അത് ഒരെണ്ണം ഒരു മുകളിലുള്ള ഒരെണ്ണം അങ്ങോട്ട് ഊരിക്കളയുന്ന ഒരു രീതി. അതായത് പാടിക്കൊണ്ടിരിക്കുന്ന മൈക്ക് താഴെ വെച്ചിട്ട് അവർ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം അങ്ങ് ഊരിക്കളയും. മുകളിലത്തെ ഈ ബിക്കിനി പോലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ ഇട്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു സ്പോർട്സ് ബ്രാ പോലെ എന്തെങ്കിലും കാണും. അത് ഈ മുകളിലത്തെ ബനിയൻ ഉരുട്ട് പിന്നെ അതിട്ടിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ ഈ DJ സനയുടെയൊക്കെ ഈ മുലയാട്ടം കണ്ടിട്ട് അവർക്കത് അത്രമാത്രം ഇല്ല എന്ന് തോന്നിയതുകൊണ്ടൊരു അപകർഷതാബോധം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. അവരിപ്പം ചെയ്യുന്നത്, ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ട ലേറ്റസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടത് ഈ മേൽവസ്ത്രമല്ല ഊരുന്നത്, അടിവസ്ത്രം ഊരുകയാണ്. അതായത് ഒരു നീളമുള്ളൊരു മുട്ടെത്താത്ത ഒരു ചെറിയ നിക്കറിട്ടിട്ടുണ്ട്. അതിനടിയിൽ അതിയും ചെറിയൊരു നിക്കറിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മുകളിലത്തെ കുറേ പാട്ടിൻ്റെ ഒരു പീക്ക് ലെവൽ എത്തുമ്പോൾ ഈ മുകളിലത്തെ ഒരു നിക്കറൂടെ അങ്ങ് ഊരിക്കളയും. ബട്ട് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നത്, എൻ്റെ മൂത്ത മോന് ചെറുതായിരുന്നപ്പോൾ ഞാൻ ഈ ചുരൽ വെച്ച് അടി കൊടുക്കും, ഈ കുണ്ടിക്കിട്ട് നല്ല അടി കൊടുക്കും. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചിട്ട് ഇവൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ 3-4 നിക്കർ അങ്ങ് കയറ്റിയിടും. കാരണം കുളിപ്പിക്കാനൊക്കെ ചെല്ലുമ്പോഴാണ് അതിനടിയിൽ 3-4 എണ്ണം കാണും. ഞാൻ ഇതെന്താണ് സംഭവം ചോദിക്കുമ്പോൾ അമ്മയുടെ അടി കിട്ടുമ്പോൾ ഈ പറഞ്ഞ നോവാതിരിക്കാൻ വേണ്ടി പുള്ളി പ്രൊട്ടക്ട് ചെയ്യുന്ന സംഭവമാണ്. ഈ 5-6 ചിലപ്പോൾ 3, 4, 5 നിക്കർ കാണും ഇതിൻ്റെ മുകളിൽ. ഓരോന്നോരോന്ന് പുള്ളി അടി കിട്ടുമ്പം വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു. എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇങ്ങനെ ഓർമ്മയാണ്. അപ്പം ഇങ്ങനെയുള്ള രീതിയിലേക്കാണ് കുട്ടികളുടെ പോക്ക്. അപ്പം നമുക്കത് അവരെ പറഞ്ഞു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെ തിരുത്താനോ ഒന്നും നമുക്ക് പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാൻ പറയുകയായിരുന്നു. ഇതൊക്കെ കാണാൻ പോകുമ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ
എന്താണെന്ന്, ഇപ്പോഴത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും നമ്മളെ ഈ തള്ളവൈബും തന്തവൈബിലും ഇരിക്കുന്ന നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം നമ്മളതുപോലൊക്കെ ഭയപ്പെട്ട് ഈ സിൽക്ക് സ്മിതയുടെയൊക്കെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ അരവിന്ദ് സ്വാമി ആണെങ്കിൽ പോലും അത് അത്രയും ആരാധിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ആണെങ്കിൽ പോലും ആ പാട്ടൊക്കെ നമ്മൾ കാണുമ്പം കണ്ണടച്ചിരിക്കുകയോ അല്ലെങ്കിൽ പേരൻസ് വരുമ്പോൾ എഴുന്നേറ്റ് പോവുകയോ ഒക്കെ ചെയ്തൊരു കാലഘട്ടത്തിൽ ജീവിച്ച നമുക്ക് ഇതൊക്കെ കാണുമ്പം അത്ഭുതം കൂടാനേ പറ്റുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിലൊക്കെ ജനിച്ചവർ ഭയങ്കര ഭാഗ്യമുള്ളവരാണ്. കാരണം നമുക്ക് അതെല്ലാം അനുഭവിക്കാൻ, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ കൂടെ എല്ലാം കടന്നു പോകാൻ പറ്റിയ കുറേ ആൾക്കാരാണ് നമ്മൾ ഈ 70s-ലും 80s-ലും ഒക്കെ ജനിച്ചവർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതൊക്കെ ചില സമയത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നത് മാത്രമാണ് എൻ്റെ ഒരു വ്യാകുലത. അതിൽ നിന്നും ഉണ്ടാകുന്ന ദൂഷിത ഫലങ്ങൾ പലതും നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും കൊണ്ട് അത് കാണുമ്പോൾ ഒരു ആശങ്ക ഇല്ലാതെ ഇല്ല എല്ലാ അമ്മമാരെക്കുള്ളും. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നന്ദി, നമസ്കാരം. ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.